ഇത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ഒരു പ്രതികാരമായി മാത്രമായി ഇതിനെ കാണാൻ കഴിയും. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുമുള്ള പക്ഷാപാതമില്ലാതെ നീതിപൂർവം പോലീസ് സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ശ്രീ സെൻകുമാർ. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് വന്ന ശേഷം പീഡനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ആ പീഡനങ്ങൾക്ക് ഇന്ന് സുപ്രീം കോടതി ശരിയായ നിലയിൽ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് സംസ്ഥാന സർക്കാരിന് ഒരു കനത്ത തിരിച്ചടിയാണ്. ഇത് ഗവൺമെന്റിനുള്ള തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു തിരിച്ചടിയാണ്. ഭരണം മാറി വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ നിരന്തരമായി അപമാനിക്കുകയും മാറ്റുകയും ചെയ്യുന്ന നടപടി ശരിയല്ല. ഞങ്ങളുടെ കാലത്ത് ജേക്കബ് പുന്നൂസിനെ ഇടതുമുന്നണി വെച്ചതാണെങ്കിലും DGP സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു. ഞങ്ങൾ ആ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ചത്. ആ പാരമ്പര്യം എവർക്കും തുടരാമായിരുന്നു.